കൃഷ്ണമോള് എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളും തിരുമേനി. അതല്ലേ ഇവളെ തന്നെ കൊണ്ടുവന്നത്. ഈ ദാമ്പത്യ പൂജ കൊണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും തീരുവോ തിരുമേനി? ദാമ്പത്യ പൂജയ്ക്ക് ഉമാമഹേശ്വര പൂജ എന്നുകൂടി അർത്ഥമുണ്ട്. നാഗങ്ങൾ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന്റെയും വംശവർദ്ധനവിന്റെയും കാവൽക്കാരാണ്. ജാതകവശാലുള്ള സർപ്പദോഷങ്ങളോ പൊരുത്തക്കേടുകളോ ദാമ്പത്യത്തിൽ വിള്ളലുകൾ വീഴ്ത്താം. ഈ ദാമ്പത്യ പൂജയിൽ ദമ്പതികളുടെ പേരും നാളും ചൊല്ലി പ്രത്യേകം പ്രാർത്ഥനകളും നടത്തും. ശിവപാർവതി സങ്കല്പത്തിലാണ് ഈ പൂജ പ്രധാനമായി നടക്കുന്നത്. ദമ്പതികൾ രണ്ടുപേരും ഒന്നിച്ചു വേണം ഈ പൂജയിൽ പങ്കെടുക്കാൻ. നാഗത്തറയിൽ 100 പാലും നിവേദിക്കുന്നതിനൊപ്പം അവരുടെ പേരിൽ പ്രത്യേകമായി പുഷ്പാഞ്ജലിയും ദാമ്പത്തിക ഐക്യത്തിനായി അർച്ചനയും നടത്തും. പരസ്പരമുള്ള വിശ്വാസവും സ്നേഹവും വർദ്ധിക്കാനും മനസ്സിലെ കടുപ്പങ്ങൾ മാറി ഐക്യമുണ്ടാകാനും ഇത് സഹായിക്കും. പ്രാർത്ഥനയോടെ വേണം ഇത് ചെയ്യാൻ. വിശ്വാസമാണ് പ്രധാനം. പൂജയോടൊപ്പം തന്നെ വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സും നമ്മൾ കാണിക്കണം. നാഗരാജാവിന്റെയും നാഗയക്ഷിയമ്മയുടെയും അനുഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സ്വാരസ്യങ്ങളും പമ്പ കടക്കും. അതാണ് ഇവിടുത്തെ വിശ്വാസം. മനസ്സിലായോ മോൾക്ക്? മനസ്സിലായി തിരുമേനി. കൃഷ്ണമോക്കും കൂട്ടുകാരിക്കും എവിടെയാ താമസം ഒരുക്കിയിരിക്കുന്നേ? നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ തിരുമേനി. എങ്കിൽ അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്തോ. ശരി. വരൂ. എങ്കിൽ നിങ്ങൾ പോയി വിശ്രമിക്കൂ. വൈകുന്നേരം വന്നാൽ മതി. ശരി.